അസ്സലാമു അലൈക്കും. നമ്മളെ വൈകിട്ട് ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞിട്ട് വെള്ളം അടിച്ചിട്ടാണ് ഇരിക്കുന്നത്. അത് ഉറക്കത്തിൽ കിടന്നൊരു മനുഷ്യൻ സംസാരിക്കുന്ന ഏകദേശമൊക്കെ അങ്ങനെ തന്നെയാണ്. വെള്ളം അടിച്ചിട്ടൊന്നും അല്ല സംസാരിച്ചത് കേട്ടോ. അതിനിപ്പോൾ അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വെള്ളാടി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കിടന്നിട്ട് സംസാരിക്കാൻ നിൽക്കണ്ട. ഞാൻ ഒരേ മറുപ്യം പറയണതല്ല. വെള്ളം അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായും വീട്ടിൽ കയറ്റില്ല. അത് സത്യമുള്ള കാര്യമാണ്. വെള്ളം അടിച്ചിട്ടില്ല. വെള്ളം അടിക്കാൻ ഇന്നിപ്പോൾ വർക്ക്ഷോപ്പിലൊക്കെ പോയിരുന്നതാണ്, വണ്ടി തട്ടിയതിൻ്റെ അല്ലേ, എൻ്റെ കാര്യത്തിനൊക്കെ വെള്ളം അടി. അപ്പം നമ്മൾ പുറത്തോട്ട് പോകാനായിട്ട് നിൽക്കണം. മുത്തുമോനെ സൗണ്ട് ഉറക്കി. മിസല മോനെ കണ്ട ഞങ്ങൾ കുരുത്തക്കേട്. നമ്മുടെ മസ്റുമോളെ കൊണ്ടുപോകാത്തതിന്റെ കാരണം എന്ന് വെച്ചാൽ ഈ വിവാദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് ഇൻഷാ അല്ലാഹ് മസ്റുമോളെ നമ്മൾ കൊണ്ടുപോകും. അല്ലാതെ ഇവര് ഉറക്കത്തിൽ കിടന്ന ടൈമിനുള്ള ഇതാണ്, വന്നിട്ട് ഉറങ്ങാൻ കിടന്ന് അപ്പോഴുള്ളതാണ് ഞാൻ ആ ലൈവ് ഇട്ടത്. അല്ലാതെ കള്ളു കുടിച്ച് കാര്യങ്ങളൊന്നും നിങ്ങൾ അത് നീ പറയണ്ട. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളടുത്ത്. അങ്ങനെയൊന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ കയറ്റൂല. ഫാമിലിയോടുകൂടി ഒരുമിച്ച് ജീവിക്കാനാണ്. അതാണ് ഏറ്റവും സുഖം. കൂട്ടുകെട്ടും കള്ളുകൂടിയൊന്നും നമുക്ക് പറ്റൂല. അപ്പം നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ ഒരു കാര്യങ്ങളൊന്നും അല്ല. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ അല്ലേ. അപ്പം ഞാൻ എന്തായാലും ഒന്ന് രണ്ട് ഉയിര് പിടിക്കുന്നത് വരെ നിങ്ങളെ നാക്കിനെ ഒന്ന് ക്ലിപ്പിട്ട് വെച്ചേക്കണം. അത്രേ ഉള്ളൂ. നിങ്ങളെ നാക്ക് കാരണം ഇത് ആരാണ് ഈ ചാവി തുലയ്ക്കുന്നത്? വണ്ടി ഇന്നലെ തന്നെ നല്ല പണി കിട്ടിയേക്കാണ്. ആ ജോലി പോയാൽ ആകുള്ളൊരു കച്ചിത്തുരുമ്പ് അതാണ്. നൈക്കാരടുത്ത് എപ്പോഴും പറയും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാവും, എന്നാലും അടുത്ത പണി വേറെ കിട്ടും. പക്ഷെ എന്നാലും അതുവരെ വലിയ പണി പറഞ്ഞാൽ അത് എന്നും പണിയുണ്ട്. പിന്നെന്ന് വെച്ചാൽ ദൈവം രാവിലെ മഴ പിടിച്ചാല് വേറെ പണികളൊന്നും ഉണ്ടാവില്ല. ഇയാൾക്കാമല്ലേ പണിയുണ്ട്. എന്തെങ്കിലും ഒരു 500 രൂപ കാശ് ചെലവും കഴിഞ്ഞെല്ലാം കഴിഞ്ഞൊരു 300 രൂപ അല്ലേ നമ്മളെ ചെലവിനെങ്കിലും കിട്ടും. ബാക്കി നമുക്ക് നോക്കാം. നിങ്ങൾ ജനങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കുക. നമ്മൾ ആരെയും കാര്യത്തിൽ അത്രേ ഉള്ളൂ. നമ്മൾ ചെറിയൊരു ഫാമിലിയാണ്, നമ്മളങ്ങ് ജീവിച്ചു പോയിക്കോട്ടെ. അതന്നെ, മീശയൊക്കെ താത്തു വയ്ക്കണം. അപ്പൊ ഇത്രയും ഉള്ള വിശേഷങ്ങള്. അസ്സലാമു അലൈക്കും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഈ വീഡിയോ നിങ്ങൾ FBയിലാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ യൂട്യൂബിലാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ഷാനൊക്കെ തിരിച്ചു വന്നു. അതിൻ്റെ ആ ഒരു ഓളത്തിൻ്റെ ആ ഒരു ഇതാണ്. അപ്പം ആരുടെ നാവിനാണ് ക്ലിപ്പിടാൻ പറയുന്നത് അറിയാണ്ട് ചോദിക്കണം. എന്താ പറയുക, തൊപ്പിയതും തൂറിയതും എല്ലാം മീഡിയയ്ക്ക് മുമ്പിൽ വന്ന് പറഞ്ഞിട്ട് ഈ കാണുന്ന നമ്മുടെ നാവിനാണ് പുള്ളിക്കാർ ക്ലിപ്പിടാൻ പറയുന്നത്. ഈ കാണുന്ന പ്രേക്ഷകരുടെ നാവിനല്ല ക്ലിപ്പിടേണ്ടത്, നിൻ്റെ നാവിനാണ് ക്ലിപ്പിടേണ്ടത്. എന്താ ചോദിച്ചാൽ എല്ലായിടത്തും സോഷ്യൽ മീഡിയയിൽ വന്ന് വിളമ്പിയത് കൊണ്ടാണ് നിനക്ക് ഇത്രയും അത് നേരിടേണ്ടി വന്നത്. എന്ത് തന്നെ റീച്ചിന് വേണ്ടിയിട്ടാണെങ്കിലും സ്വന്തം ഭർത്താവിൻ്റെ കള്ളു കുടിച്ചിട്ട് കൂത്തടിക്കുന്ന വീഡിയോസുകളും അതുപോലെ അടിയുണ്ടാക്കുന്ന വീഡിയോസുകളൊന്നും ഒരു കുടുംബത്തിൽ പറഞ്ഞ ഒരു പെണ്ണും ഒരിക്കലും മീഡിയയ്ക്ക് മുമ്പിൽ എടുത്തിടില്ല. നമ്മൾ വീണ്ടും ഒന്നിക്കാൻ നിൽക്കുന്നവരാണെങ്കിൽ നീ ഒന്നിക്കാൻ നിന്നവൾ തന്നെയാണ്. നേരത്തെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും എല്ലാ ആളുകളും നിൻ്റെ വീഡിയോസിനാണെങ്കിലും ലൈവിനാണെങ്കിലും വന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്. നീ ഇത് ഒന്നിക്കും നീ ഒന്നിക്കാൻ പോകുന്നതാണ്, നീ വെറുതെ ഇങ്ങനെ ഇട്ട് പറയരുതെന്ന് പല ആളുകളും പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. കമൻസുകളാണെങ്കിലും ലൈവിലൊക്കെ ആണെങ്കിലും പല ആളുകളും കമൻറ്റുകൾ ഇട്ടിട്ടുണ്ട്. പുള്ളിക്കാരി അപ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ എനിക്കിനി ഷാനിനെ വേണ്ട, ഷാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പബ്ലിക്കിൽ വന്നിട്ട് വിളിച്ചു കൂവിയിട്ട് പിന്നെ ഒരു സുപ്രഭാതത്തിൽ ആളുകൾ അതിന് ചോദ്യം ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ നാവിന് ക്ലിപ്പ് ഇടണം, നിങ്ങളുടെ പ്രാക്കാണ് ഞങ്ങളിങ്ങനെ അനുഭവിക്കുന്നത്, നിങ്ങൾ ഇങ്ങനെ പ്രാകുന്നത് കൊണ്ടാണ് ഞങ്ങളുടെ വണ്ടി ആക്സിഡൻ്റ് ആകുന്നത്, ഞങ്ങൾ ഗുണം പിടിക്കാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പറയാവുന്ന കാര്യങ്ങൾ മാത്രം വന്ന് പറയുക. നമ്മൾ എന്ത് റീച്ചിൻ്റെ ഇതിന് വേണ്ടിയിട്ടാണെങ്കിലും നമ്മുടെ പേഴ്സണൽ മാറ്റേഴ്സ് ഒന്നും സോഷ്യൽ മീഡിയയിൽ പറയാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എല്ലാം പറഞ്ഞു കഴിഞ്ഞ് നമ്മൾ ഭർത്താവോടെ നമ്മൾ ഒന്നായിട്ട് പിന്നെ അവർ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യുന്ന സമയത്ത് അവരെ തിരിച്ച് തെറി പറഞ്ഞിട്ടോ അവരുടെ പ്രാക്കാണ് അവരുടെ അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല. നമ്മൾ ഒതുക്കേണ്ടത് നമ്മൾ ഒതുക്കുക തന്നെ ചെയ്യണം. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വലിയൊരു പ്ലാറ്റ്ഫോമാണ്. അതിൽ വന്ന് നമ്മൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. പിന്നെ അത് ഓരോരോ ആളുകൾ എടുത്ത് വലിയൊരു ഇതായിട്ട് പോകും. ഇപ്പോൾ എൻ്റെ മോളെ ഞാൻ കൊണ്ടുവരാത്തത് ഈ വിവാദങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. എന്തിനു വേണ്ടിയിട്ട് ഈ ഇപ്പോൾ ഷാൻ വന്നു സ്വന്തം തള്ളയും കുറ്റം പറയാൻ തുടങ്ങി, സ്വന്തം ഉമ്മാനും ഉപ്പാനും എല്ലാം പുള്ളിക്കാരി കുറ്റം പറയാൻ തുടങ്ങി. അതുവരെ ഉമ്മ നല്ലതായിരുന്നു, ഉമ്മ മക്കളെ നോക്കും, ഉമ്മ അത് ചെയ്യും, എൻ്റെ ഉപ്പ നോക്കും, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഷാൻ വന്നപ്പോൾ മക്കളെ എല്ലാം പുറത്തായി. ഇപ്പോൾ എന്നിട്ടും ആ മോളെ ഷാനെ പേടിച്ചിട്ട് ആ ഉമ്മയാണ് നോക്കുന്നത്. അപ്പോൾ എന്നിട്ടും ആ ഉമ്മാനെ കുറ്റം പറയാമെന്ന് പറയുമ്പോൾ ഇവളുടെയൊക്കെ ആ തൊലിക്കെട്ടി ഒന്ന് സമ്മതിക്കുക തന്നെ വേണം. അതാ പറയണത്, എന്തും പറയാൻ ഉളുപ്പില്ലാത്തൊരു വർഗ്ഗം, ഇങ്ങനത്തെയും പെൺവർഗ്ഗം ലോകത്തുണ്ടാവുന്നതിന് ആശ്ചര്യമാണ്. എന്തായാലും കുറച്ച് ഭാഗം കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. കണ്ടു നോക്കൂ. ഇക്ക വന്നു
ഞാൻ ഒരു കാര്യം ചോദിച്ചേക്ക സത്യമായിട്ട് ലൈവ് പറയണം. കള്ളത്തരം പറയും. സത്യം പറയുന്ന പരിപാടി എനിക്കില്ലല്ലോ. പറഞ്ഞു സത്യം പറയാം, പബ്ലിക്കിലാണ് സംസാരിക്കുന്നത്. ആയിക്കോട്ടെ. ഞാൻ എപ്പോഴെങ്കിലും നിങ്ങളെ ജുമയിലാക്ക നിങ്ങളെ ഷിജാസിന എന്തെങ്കിലും കൊടുക്കണേന് വിസമ്മതിച്ചിട്ടുണ്ടോ? അതൊന്നുമില്ല. പക്ഷെ എന്നെ കൂട്ടിട്ടാണ് വളർത്തുന്നത്. നിങ്ങളാ ശരിക്കും എങ്ങോട്ട് പോയിട്ടില്ല, അങ്ങോട്ട് പോയില്ല, ഇങ്ങോട്ട് പോയില്ല, ഇവിടെ പോയിട്ടില്ല, ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും എപ്പോഴും. മറ്റതൊന്നും ചെയ്തില്ല. അപ്പോൾ നമ്മളെ കൊച്ചിനെ ഇതൊക്കെ അയക്കുമ്പോഴൊക്കെ എല്ലാം അവൾ കൂടെ ഉണ്ടായിരുന്നു. അതൊക്കെ ഓക്കെയാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, നിങ്ങളെല്ലാം കേൾക്കുമ്പോഴാണ് എന്നെ ചങ്ങലയിട്ടാണ് വളർത്തുന്നത്. കാരണം എന്തെന്നറിയാമോ? ഇനിയും കുറച്ച് നാൾ ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് ഇനിയും പ്രശ്നം ഉണ്ടാവും. കാരണം എന്ന് വെച്ചാൽ ഉറപ്പില്ല, ഇനി നന്നാവുന്ന അവൾക്കേ ഉറപ്പില്ല. അപ്പം ഇവളെന്താ പറഞ്ഞു, ഇനി ഒരിക്കലും കുടിക്കില്ല, ഇനി ഒരിക്കലും ഇതാവില്ല, അതിൻ്റെ പുറത്താണ് ഞാൻ ഒന്നിച്ച് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട് ചങ്ങലക്കിട്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, എന്നെ ചങ്ങലക്കിട്ട പോലെയാണ് വളർത്തുന്നതെന്ന്. നമ്മൾ എങ്ങനെ ചങ്ങലക്കിട്ട് നോക്കിയാലും നമ്മൾ എങ്ങനെ ഇതാക്കിയാലും കുടിക്കേണ്ടവരെങ്ങനെയാണെങ്കിലും കുടിക്കും. അത് നമ്മൾ എന്ത് നോക്കിയിട്ട് നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ ആളുകൾ പറഞ്ഞല്ലോ നിൻ്റെ അടുത്ത്, നീ സ്വീകരിക്കുകയാണെങ്കിൽ നീ ഇങ്ങനെ കുറ്റങ്ങളൊന്നും കാര്യങ്ങളൊന്നും പറയരുത്, പിന്നെ നീ ഒന്നിക്കുകയാണെങ്കിൽ ഇതെല്ലാം അവൻ വീണ്ടും അത് സമയം കിട്ടുന്ന ആ ഒരു സന്ദർഭത്തിൽ എല്ലാം വിളിച്ചു പറയും. നമ്മളപ്പോൾ നമ്മൾ പറയാവുന്ന കാര്യങ്ങൾ മാത്രം സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയാം. ആ വീഡിയോസുകളെല്ലാം അങ്ങനെ തന്നെ കിടക്കും. അത് വീണ്ടും എടുത്തു നോക്കുമ്പോൾ ശത്രുത കൂടുകയുള്ളൂ. ഇപ്പോൾ ഇവൻ എന്ത് ഉദ്ദേശത്തിലാണ് ഇപ്പോൾ വന്ന് കൂടിയിരിക്കുന്നതെന്നുള്ളത് പുള്ളിക്കാരിക്ക് പോലും ഉറപ്പില്ല. പുള്ളിക്കാരി തന്നെ നേരത്തെ വീഡിയോസുകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എൻ്റെ സ്വർണ്ണം എടുത്തിട്ട് പോയിട്ടുണ്ട്, എൻ്റെ പൈസ എടുത്തിട്ട് പോയിട്ടുണ്ട്, എൻ്റെ ഇതെടുത്തിട്ട് പോയിട്ടുണ്ടെന്ന് പുള്ളിക്കാരി പറയുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരിക്ക് ഇപ്പോഴും ഉറപ്പില്ല അവൻ നല്ല രീതിക്ക് തന്നെ ഇപ്പോഴും കൂടെ നിൽക്കുമെന്ന് പുള്ളിക്കാരിക്ക് തന്നെ ഉറപ്പില്ല. അപ്പോൾ എന്നിട്ടാണ് പുള്ളിക്കാരി ഇപ്പോൾ ഈ പ്രഹസനങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നത്. അതുപോലെ 1-2 വീഡിയോ ഇപ്പോൾ ഇന്നിറങ്ങിയ 2 വീഡിയോസുകളൊക്കെ കണ്ടു. ഭയങ്കര ഡാൻസും കൂത്തും, എൻ്റെ ഷാൻ, നെജിലാൻ്റെ ഷാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക, കുറേയൊക്കെ നമ്മൾ ഒതുക്കേണ്ടത് ഒതുക്കുക. ഓവറായിട്ട് നമ്മൾ ആരെ കാണിക്കാനാണ്? 1, 2 ഒന്നും അല്ലല്ലോ, 2, 3, 4ാമത്തേതാണ്. അപ്പോൾ നമ്മൾ ഒതുക്കേണ്ടതൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒതുക്കി വെക്കുക. എല്ലാവരുടെയും കണ്ണും ഇതൊന്നും ഒരുപോലെ ഇരിക്കില്ല. നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിക്ക് പോകും, നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് വീഡിയോ ചെയ്യുക. അല്ലാതെ മറ്റുള്ളവർ അതാണ് ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എന്തെല്ലാമാണ് വിളിച്ചു കൂവിയത് നെജില എന്ന് പറയുന്ന ആ ഒരു വ്യക്തി. അപ്പോൾ എന്നിട്ട് പിന്നെ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുമ്പോൾ ആളുകൾ പലതും പറയുമ്പോൾ പിന്നെ കടന്നിട്ട് മൂങ്ങിട്ടോ അവരെ കടന്നിട്ട് അതും ഇതും പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്. എന്തായാലും കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. രണ്ടാമതൊരു കാര്യം ചോദിച്ചോട്ടെ, നിന്റെ അയൽവാസിയല്ല നമ്മൾ, നിനക്ക് നമ്മളെ ഒന്നും അറിയത്തില്ല. എല്ലാവരും പബ്ലിക്കിൽ സ്ക്രീനിൽ കാണുമ്പോൾ നീ കാണുന്നു. നെജിലാക്കും ഷാനിക്കും എന്തെങ്കിലും പ്രശ്നമുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ചാനലിലൂടെ നമ്മൾ പറയുന്നുണ്ട്, പിന്നെ നീ എക്സ്പ്ലനേഷൻ ചെയ്യാൻ നീ ആരാ? പിന്നെ നിനക്ക് എല്ലാവരും എന്ത് പറയാനുള്ള തോന്നലുണ്ടെന്നുണ്ടെങ്കിൽ അത് നീ നിർത്തിക്കും. പിന്നെ നീ എല്ലായിടത്തും കയറി കളിക്കുമ്പോൾ ഇങ്ങോട്ട് കയറി കളിക്കാൻ നിൽക്കേണ്ട. പിന്നെ ജുമൈലാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നിന്റെ കോടതി അവളല്ല. നിനക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇക്കായി വിളിക്കാൻ നിയമപരമായിട്ട് മുന്നോട്ട് പോവാം. നമ്മുടെ ഫാമിലി കാര്യവും നമ്മുടെ ദാമ്പത്യവും നമ്മുടെ വീടിനകത്ത് നടക്കുന്ന കാര്യം നമുക്കേ അറിയത്തുള്ളൂ. ഷാൻ എന്ത് ചെയ്യുന്നു, ഷാൻ എങ്ങനെ ചെയ്യുന്നു, നെജിൽ എന്ത് ചെയ്യുന്നു, ആരെ വിളിക്കുന്നു? നിനക്ക് ആരുടെ നെജിലായി പറയാൻ ലൈസൻസ് തന്നത്? നിനക്ക് എൻ്റെ ഉമ്മയെ നീ എരന്നല്ലേടി ഇങ്ങോട്ട് വിളിച്ച? ഷാൻ്റെ അമ്മ വിളിച്ചപ്പോൾ നീ പൊക്കി പിടിച്ചോണ്ട് പൊങ്ങിച്ചാടിയല്ല. ഞാൻ ലൈവ് കണ്ടപ്പോഴാണ് മനസ്സിലാക്കിയത് നീ എൻ്റെ അമ്മയെ വിളിച്ചതിന് നിന്റെ ആരെങ്കിലും എൻ്റെ അമ്മ തിരുത്തി പറയാൻ തയ്യാറാണെന്ന് പറഞ്ഞു. ഇനി തിരുത്തണ്ടാരും കുറേ കേട്ട വിഹിതം. എനിക്ക് പ്രശ്നമൊന്നുമില്ല, എൻ്റെ ഭാഗം കുറേ അത്രയേ ഉള്ളൂ. നീ കാട്ടിക്കൂട്ടുന്നുണ്ടല്ലോ, നമ്മുടെ മക്കളൊക്കെ ഉണ്ട്, കുറച്ചൊക്കെ ഒതുങ്ങുന്ന സ്ത്രീ, നിനക്ക് തന്നെ ഒരുപാട് കണ്ടന്റുകളുണ്ടല്ലോ. നീ എന്നെ വെച്ച് ഇത്രയും റീച്ച് ആയല്ലോ. നീ ഒരാളെ ബേക്കിൽ നിന്ന് നടക്കാതെ നീ പബ്ലിക്കിൽ ഇറങ്ങി നീ എൻ്റെ മോളെ സ്കൂൾ പറഞ്ഞു, സ്കൂളിൽ നിന്ന് പുറത്താക്കുന്നത്, ബാക്കി എന്തെല്ലാം നീ പറഞ്ഞു അതെല്ലാം ഞാൻ സഹിച്ച് ക്ഷമിച്ച് പോട്ടെ. നീ വൈകിട്ട് കിടക്കണ കൊച്ചിനെ പറഞ്ഞു, അപ്പോൾ നിന്റെ കൊച്ചിനെ ഞാൻ പറഞ്ഞു പറഞ്ഞു. നീ ഒരു തവണ ഞാൻ പറഞ്ഞു, നീ 9 തവണയായിട്ട് 10,000 തവണയായിട്ട് അത് പറഞ്ഞു. ബാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞു. നീ എന്നെ ബന്ധം ഉപേക്ഷിച്ച് ഇത്രയും വർഷമായ ഭർത്താവിനെ പറഞ്ഞു. എടി നിന്നെ കൊണ്ട് വല്ലതും ചെയ്യാൻ പറ്റിയ? ഇതുവരെ നീ തിളന്ന് നിർത്താൻ പറ്റിയ? നിന്റെ ഈ ആരോപണങ്ങളുണ്ടല്ല, നിന്റെ മാപ്പിളയ്ക്ക് നിന്റെ മക്കൾക്കും ആരോപണം ഉണ്ടാക്കിയാൽ മതി, ഇങ്ങോട്ട് ഉണ്ടാക്കണ്ട. നിന്റെ അമ്മയ്ക്കും പോയി ആരോപണം ഉണ്ടാക്കിയാൽ മതി. നിന്റെ ഊഹാബോധത്തിൽ പറയുന്ന ഈ പെണ്ണുങ്ങളെ കാര്യം ഉണ്ടല്ല, നിന്റെ കാരണം സഹിക്കാൻ വയ്യ. എടി നിനക്ക് നാണം ഉണ്ടാടി, ഉളുപ്പുണ്ടാടി നിനക്ക്. നിന്റെ ന്യൂനത നിനക്കും ലേടി ന്യൂനതകൾ. ഒരു പെണ്ണായോണ്ട് പറയണ സഹിയിട്ട് പറയുന്നു. നിനക്ക് എല്ലാവരും എന്ത് പറയാനുള്ള ഒരു ഇതുണ്ട്. പിന്നെ ഞാൻ എന്തെങ്കിലും എൻ്റെ വീട്ടിൽ പറയുന്നത് നീ അത് ഏച്ച് പറയാൻ ഞാൻ എൻ്റെ എക്കൊക്കെ അറിയാം. പിന്നെ എനിക്കൊരു കാര്യമുണ്ട്, എനിക്ക് കയറി കിടക്കാൻ വീടുണ്ട്, അത് എങ്ങനെ ആയിക്കൊണ്ട് പോട്ടെ. ഇനിയിപ്പോൾ ഞാൻ അഭിഹിതത്തിലെ എന്തെങ്കിലും ഉണ്ടാക്കിയാലും വീടുണ്ട്, ബാക്കി കാര്യമുണ്ട്, അഡ്രസ്സ് ഉണ്ട് എനിക്ക്. നിനക്ക് അതങ്ങനെ ഉണ്ടാവില്ല. ഇപ്പോൾ ഇറങ്ങാൻ പറഞ്ഞാൽ ഇറങ്ങിക്കൊള്ളണം, അത്രയല്ലേ ഉള്ളൂ. അതൊന്നും പെണ്ണെ അഹങ്കരിക്കാതിരിയടി. നിനക്ക് PCOD കാര്യങ്ങളും ഒക്കെ ഇല്ലേ, ബാക്കി കാര്യം നിനക്ക് മാന്യമായ രീതിയിൽ ഞാൻ പറഞ്ഞില്ലേ നിന്റെ അടുത്ത് വീഡിയോ നിർത്തുന്നത്. അപ്പം നിനക്കൊരു $2 $3 നിനക്ക് മക്കൾക്ക് തിന്നാൻ തന്നെയല്ലേ ഇതൊക്കെ കൊടുക്കണത്. ജയിക്കും ഇതൊക്കെ അറിഞ്ഞൂടാത്തോണ്ട് പറയണ്. അല്ലെങ്കിൽ ഷാൻ ഇനിയിപ്പോൾ എന്തരാവട്ടെ, ജുമൈല എന്തരാവട്ടെ, നിനക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? നീ ചെയ്ത് കാണിച്ചാണ്. ഷാൻ പൊടിക്കൊച്ചല്ലല്ല.
കണ്ടില്ലേ എന്തൊക്കെ കാണിച്ചു കൂട്ടലാണ്. അപ്പം നമ്മൾ കൂടുതലായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ പറയാവുന്ന കാര്യങ്ങൾ മാത്രം സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയാം. നമുക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും നമ്മൾ പറയാതിരിക്കുക. നമ്മളുടെ പേഴ്സണലായിട്ടുള്ള നമ്മുടെ രഹസ്യങ്ങളെല്ലാം നമ്മൾ വലിയൊരു തുറന്ന പുസ്തകമാവാതിരിക്കുക. പല കവികളും പറയാറുണ്ട്, നമ്മുടെ സുഹൃത്തുക്കളോട് പോലും നമ്മുടെ രഹസ്യങ്ങൾ പറയരുത്. ഒരു സന്ദർഭം കിട്ടുന്ന സമയത്ത് അവർ നമുക്കെതിരെ തിരിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ പിന്നെ പറയണം. അപ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സൂക്ഷിച്ച് വെക്കുക. അല്ല വേണ്ട കാര്യങ്ങൾ മാത്രം നമ്മൾ സോഷ്യൽ മീഡിയയിൽ പറയാം. അതുപോലെ തന്നെ ബീൻ ഫാമിലിയൊക്കെ എന്താണ് നെജിലാനെ പിന്തുടർന്നുകൊണ്ടേ ഇരിക്കണം. അതിൻ്റെ കാരണം എന്താണ്, ബീൻ ഫാമിലിൻ്റെ പല കാര്യങ്ങളും ഇവൾ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പുറത്ത് പുള്ളിക്കാരും വിടാതെ ഇവൾ എന്താണ് പറയുന്നത് അതെടുത്ത് പുള്ളിക്കാർ പ്രതികരിക്കും. അത് കാണാൻ നല്ലൊരു ഇതാണ്. എന്താ വെച്ചാൽ ആ ഒരു രീതിക്കാണ് പുള്ളിക്കാരൻ്റെ ആക്ടിങ്ങും അഭിനയവും. അതുപോലെ ഇവളെന്താണോ പറയുന്നത് അതേ രീതിക്ക് പുള്ളിക്കാരി എടുത്ത് റിയാക്ട് ചെയ്യും. ആ ഒരു ഇത് അത് എന്തുകൊണ്ടാണ്, നമ്മൾ ഒരാളെക്കുറിച്ച് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരും എടുത്തിട്ട് അലക്കും. ആ ഒരു ഇതാണ്. ഇപ്പോൾ പുള്ളിക്കാർ നേരത്തെയൊക്കെ നല്ല കുറേ കുറ്റങ്ങളും പറഞ്ഞിട്ട് പിന്നെ ഒരു സുപ്രഭാതത്തിൽ ഞങ്ങൾ ഒന്നായി അതാണ് ഇതാണ് പറഞ്ഞിട്ട് പാട്ടും കൂത്തും ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ആളുകൾ വെറുതെ എടുത്തിട്ട് അലക്കും. അതാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും നെജില ഷാനെ കുറിച്ചും അതുപോലെ ഈ വീഡിയോ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇത്രയുള്ള ടോപ്പിക് പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.